അമേരിക്കയും ഇസ്രായേലിനെയും വിറപ്പിച്ച് പശ്ചിമേഷ്യയിലെ വൻ ശക്തിയായി ഇറാൻ മാറുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇറാന്റെ ആണവ ശക്തി തന്നെയാണ്. ഇറാനിൽ ഭൂമിക്കടിയിൽ നിരവധി ആണവ റിയാക്ടറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന തിരിച്ചറിവ് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കും ഒരുപോലെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാനുമായുള്ള നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്നും ഒഴിവാകാനുള്ള ശ്രമത്തിലാണിപ്പോൾ. ആണവോർജ്ജത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ ഒരു പ്രമേയം പാസാക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. എന്നാൽ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്നതിനെ പ്രമേയം പാസാക്കിയാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയതോടെ രാജ്യങ്ങൾ ഭീതിയുടെ നിഴലിലാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രാജ്യത്തെ വിമർശിക്കുന്ന പ്രമേയം പാസാക്കിയാൽ ഇറാന്റെ ആണവ പദ്ധതി വിപുലീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി വിദേശകാര്യമന്ത്രി അബ്ബാസ് ആരഗ്ചി രംഗത്ത് വന്നതോടെയാണ് ഇപ്പോൾ ആണവോർജ്ജം സംബന്ധിച്ച് വീണ്ടും ചർച്ചകൾ പൊന്തിവന്നത്. ഇറാനിയൻ സ്റ്റേറ്റ് ടിവിയിൽ സംപ്രേഷണം ചെയ്ത അഭിമുഖത്തിൽ ഇറാൻ UN ആറ്റോമിക് വാച്ച്ഡോഗുമായി സഹകരിക്കുമെന്നും ആണവ പദ്ധതിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കാൻ തയ്യാറാണെന്നും വിദേശകാര്യമന്ത്രി അറിയിച്ചു. എന്നാൽ ആണവോർജ്ജ ഏജൻസി മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദത്തെ അതിജീവിച്ച് തങ്ങൾക്കൊപ്പം നിന്നാൽ മാത്രമേ ഇത്തരമൊരു നിലപാടെത്തും എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അറിയിച്ചിരിക്കുന്നുണ്ട്. ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്നുവെന്ന് കണ്ടാൽ ഇറാൻ ആണവ പദ്ധതി ശക്തമാക്കുമെന്നാണ് സൂചന. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങി ഒരു പ്രമേയം പാസാക്കിയാൽ അത് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ബന്ധത്തെ നശിപ്പിച്ചേക്കാനാണെന്ന് സാധ്യത. ഇറാന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ യൂറോപ്യൻ യൂണിയൻ, അമേരിക്ക, മറ്റ് പ്രധാന രാജ്യങ്ങൾ എന്നിവയുമായുള്ള ആണവ കരാർ ചർച്ചകളിൽ മിതത്വം നേടിയെടുക്കാനുള്ള തന്ത്രമായിരിക്കുമെന്നാണ് അന്താരാഷ്ട്ര നയതന്ത്രജ്ഞരുടെ അനുമാനം. അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാകുന്നുവെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിക്കുന്നത്. UN സുരക്ഷാ കൗൺസിലിന്റെ സ്ഥിരാംഗങ്ങളായ ചൈന, ഫ്രാൻസ്, ബ്രിട്ടൻ, US, റഷ്യ എന്നിവരും ജർമ്മനി ഉൾപ്പെടെ മറ്റ് യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളുമായി നടത്തിയ ചർച്ചകൾക്കുള്ളിൽ സ്ഥിരപ്പെടുത്തിയ ഇറാൻ ആണവ കരാറിന്റെ ലംഘനമാണിതെന്നും ഇസ്രായേൽ പറയുന്നു. എന്നാൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള ഞങ്ങളുടെ പെരുമാറ്റം തികച്ചും പ്രൊഫഷണലായിരിക്കണമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. ഏജൻസി ഒരു സാങ്കേതിക സ്ഥാപനമാണ്. സാങ്കേതിക മേഖലയിൽ അതിന്റെ ചുമതലകൾ നിറവേറ്റണം. രാഷ്ട്രീയത്തിന് അതീതമായ പ്രമുഖ രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും അനുസൃതമായി ഏജൻസി പ്രവർത്തിക്കരുതെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഞങ്ങൾക്കെതിരെ ഒരു പ്രമേയം പാസാക്കിയാൽ അതിന്റെ ഭവിഷ്യത്ത് ഗുരുതരമായിരിക്കുമെന്നും ഇറാന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. തങ്ങൾക്കെതിരെ നിൽക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആണവ പദ്ധതിക്കെതിരെ നിലകൊള്ളുകയാണെങ്കിൽ ആ രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പുതിയ നടപടികളാണ് ഇനി സ്വീകരിക്കുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി നിലപാട് വ്യക്തമാക്കി. ഇറാനും ലോകശക്തികളും തമ്മിലുള്ള 2015 ആണവ കരാർ ഉപരോധത്തിൽ ഇളവുകൾ നൽകുന്നതിന് പകരമായി പാശ്ചാത്യ രാജ്യങ്ങളെ ഇറാന്റെ ആണവ പദ്ധതിക്ക് തുരങ്കം വെക്കുകയാണ്. എന്നിരുന്നാലും 2015 കരാർ തങ്ങൾ പുനരാലോചിക്കാൻ തയ്യാറാണെന്നും ഇറാൻ അറിയിച്ചതാണ് വിവരം. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ആണവായുധ നിർമ്മാണത്തിനുള്ള ശ്രമമാണ് പാശ്ചാത്യ രാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഇറാന്റെ ആണവ സൈറ്റുകൾക്കെതിരെ പ്രമേയം പാസാക്കിയാൽ ഇറാൻ ശക്തമായ പ്രതികാര നടപടികൾ എടുക്കുമെന്ന് വ്യക്തമായിട്ടുണ്ട്. രാജ്യത്തിനെതിരെ സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ഇറാൻ ശക്തമായ പ്രതികാരത്തിന് തുനിയും. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ നിലവാരം ആയുധവൽക്കരണത്തിന് ആവശ്യമായ പരിധിക്ക് അടുത്തെത്തിയിരിക്കുകയാണ്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കയ്ക്ക് കാരണമാകും. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രൂസി പറയുന്നു. ഇറാന്റെ ഇത്തരത്തിലുള്ള നിലപാട് ലോകത്തിന് തന്നെ ഭീഷണി സൃഷ്ടിക്കുന്നതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇറാന്റെ ആണവ സൈറ്റുകൾക്ക് നേരെയുള്ള ചെറുതോ വലുതോ ആയ ആക്രമണങ്ങൾ ഗുരുതരമായ റേഡിയോളജിക്കൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നും അത് മധ്യേഷ്യയിലെ സമാധാനത്തിനും ജനജീവിതത്തിനും വലിയ വെല്ലുവിളി ഉയർത്തുമെന്നും ഗ്രോസി പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പിൽ പറയുന്നു. 2015 ആണവ കരാറിൽ നിന്നും ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ടെന്നും അമേരിക്കയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടർന്ന് ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദുവാണ്. ആണവായുധ വികസനത്തിന് ഇറാൻ എത്രമാത്രം സാധിക്കും എന്നതിലാണ് ചർച്ചകളേറെയും. അത്രയേറെ രഹസ്യാത്മകമാണ് അവരുടെ പ്രവൃത്തികൾ. ആണവ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഇറാൻ വാദിക്കുന്നുണ്ടെങ്കിലും ആണവ കേന്ദ്രങ്ങളുടെ സ്ഥാനവും സ്വഭാവവും പാശ്ചാത്യ രാജ്യങ്ങളെ ഒരുപോലെ ഭീതിയിലാക്കുകയാണ്.